ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു വീഡിയോയും കൂടി ഞാൻ ഇടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മളുടെ നട തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ജൂൺ 14. അപ്പോൾ പാച്ചുവിൻ്റെയും കെസ് ബേബിയുടെയും ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്താ പറയുക, കെസ്റ്റർ അവിടെ നമ്മുടെ കാരണന്മാരുടെയൊക്കെ കൂടെ ഇരുന്ന് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ പാച്ചു ഇവിടെ നാട്ടിൽ ഇവിടുത്തെ കാരണന്മാരുടെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും എന്താ പറയുക, എനിക്ക് എങ്ങനെയാണ് ഈ വീഡിയോ എടുക്കേണ്ടത് ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ കുറേ പേര് നമ്മളുടെ മുൻപ് തൊട്ടറിയാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കേട്ടോ. നമ്മളുടെ പാച്ചു ഈ 39 സെൻറ്റിമീറ്ററിൽ ഉണ്ടായ ഒരു മോനാണ്. ഇന്ന് അത് ആലോചിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല അങ്ങനെ ഒരു മോൻ എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളത്. അത്രയും എന്താ പറയുക, എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും, നമ്മൾ പറയില്ലേ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് പിടിച്ച് വലിച്ചു വാങ്ങിയതാന്ന് പറയില്ലേ, തട്ടിപ്പറിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എടുത്ത ഒരു മോനാണ് പാച്ചുട്ടൻ. പിന്നെ പാച്ചുട്ടൻ്റെ എല്ലാത്തിനും താങ്ങും തണലായിട്ട് അവൻ്റെ കെസ് ബേബീൻ്റെ ഞാൻ ഡിമ്പിളിനോട് പറയണ പോലെ സ്വന്തമായിട്ടൊരു മാലാക കുട്ടിയുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് ഡിമ്പിളുടെ DP ഇതാണ്. ആരാണ് ഇത് വരച്ച് കൊടുത്തതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അന്ന് തൊട്ട് ഞാൻ ചോദിച്ചിട്ടുമില്ല ആരാണ് എന്താണെന്നൊന്നും. അന്ന് തൊട്ട് ഡിമ്പിളുടെ DP ഇതാണ്. അപ്പോൾ അതിൻ്റെ ആ കോട്ടും ഭയങ്കര അർത്ഥമുള്ളതാണ്. 2 പേരുണ്ടായാലും ഒന്നിച്ച് പറക്കണമെന്നില്ല, ഒരാൾ പറന്നു പോയിട്ട് മറ്റൊരാൾക്ക് കൂടെ നിന്നാലും മതി എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു കോട്ടാണ്. ഞാനത് സത്യം പറഞ്ഞാൽ ശരിക്ക് നോക്കിയിട്ട് പോലുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഡിമ്പിൾ ഇന്നലെ പോകുമ്പോൾ 2 പൊക്കെ വാങ്ങി വെച്ചിട്ടാണ് പോയത്. ഒന്ന് ഇന്ന് വെക്കാനും ഒന്ന് നാളെ രാവിലെ ഞങ്ങൾ അവരെത്തണേലും മുമ്പ് വരാൻ പറ്റും. 2ഉം ഇന്ന് വെക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ 2ഉം കൂടി വെക്കുമ്പോൾ ആ കുഞ്ഞി കല്ലറയുടെ മുകളിൽ 2ഉം കൂടി വെക്കുമ്പോൾ അത് കുറച്ച് കൂടുതലായിപ്പോവും. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു, ഞാനും ഡിവൈനും കൂടി ഡിസൈഡ് ചെയ്തതാണ് ഒരെണ്ണം വെച്ചാൽ മതി എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ പാച്ചുട്ടൻ്റെ യാത്ര. നിങ്ങൾ ഡിമ്പിളുടെ വീഡിയോസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഏകദേശം സിമിലറായിട്ടുള്ള ഫോട്ടോസാണ് ഇതും. കാരണം ഞാൻ ഡിമ്പിളുടെ കയ്യിൽ നിന്നാണ് ഈ ഫോട്ടോസ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കുറ്റി പാച്ചുട്ടൻ കേട്ടോ. നമ്മളെന്താ പറയുക, ശരിക്കും ഒരു 100 ദിവസം ആവണതിൻ്റെ മുമ്പാണ് നമ്മളുടെ കയ്യിൽ കുട്ടികളെ കിട്ടിയത്. എല്ലാവരും പ്രസവിച്ച് എണീറ്റ് പോണ സമയത്താണ് കുഞ്ഞി പാച്ചുവിനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്, ഞങ്ങൾ കാണുന്നത് തന്നെ. 3 മാസത്തെ NICU വാസം കഴിഞ്ഞിട്ട് എന്താ പറയുക, ഇതാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡിമ്പിൾ പുറത്ത് മുറ്റത്തിറങ്ങിയിട്ട് ആരും കാണാണ്ട് പോയിട്ട് എടുത്ത ഒരു ഫോട്ടോ ആണ്, അവളുടെ ഒരു ആഗ്രഹത്തിന്. അതൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്ന ഓരോ ഫോട്ടോസാണ്. അപ്പോൾ നമ്മളെന്താ പറയുക, അവൾ ഓരോ ആഴ്ചയിലും എനിക്ക് തോന്നുന്നു ഫോട്ടോഷൂട്ട് അവളുടേതായ രീതിയിൽ മുറിയിൽ വെച്ച് അവളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചത് പാച്ചുവിൻ്റെ ഇങ്ങനെ ഓരോ മേക്ക് ഓവറിലൂടെയാണ്. ഇതാണ് ശരിക്കും അവൻ്റെ സെപ്റ്റംബറിലാണ് അവൻ്റെ ഡ്യൂ ഡേറ്റ് ആവേണ്ടത്. അന്നും അവളതൊരു ആഘോഷമാക്കി, ഹാപ്പി ഡ്യൂ ഡേറ്റ് കെൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ ദിവസവും അവളെന്താ പറയുക, അവൻ്റെ ഓരോ വളർച്ചയും ആഘോഷങ്ങളാക്കി 4 വർഷം പിന്നിട്ട് ഇവിടം വരെ എത്തി എന്ന് പറയുമ്പോൾ ഇപ്പം ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ ഫോട്ടോഷൂട്ടാണ്. ഇപ്പോൾ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ പിന്നെ ഇപ്പോൾ ഡോക്ടർ എല്ലാതും അവളെങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞു കാര്യങ്ങൾ പോലും ഒരു ഫോട്ടോഷൂട്ട് വഴിയാണ് അവളത് മെമ്മറിയാക്കി വെക്കുക അവന് വലുതാവുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡോണിൻ്റെയും ഡിമ്പിളിൻ്റെയും ഫോട്ടോസ് കണ്ടമാനുണ്ട്. അപ്പോൾ അവർ പറയും ഇത് കാണുന്നത് പോലെ എൻ്റെ മക്കൾ വലുതാകുമ്പോൾ അവരുടെ കാണുമ്പോൾ ഉള്ള സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഓരോന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഈസ്റ്ററിന് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ബാപ്റ്റിസത്തിൻ്റെയാണ്. ബാപ്റ്റിസം കുറേ കഴിഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ 1 വയസ്സത്തിനതിൻ്റെ മുമ്പായിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ജൂണിലാണെങ്കിൽ മാർച്ചിൽ അങ്ങോട്ടായിരുന്നു ബാപ്റ്റിസം, നൊയമ്പിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊക്കെയായിരുന്നു ബാപ്റ്റിസത്തിൻ്റെ സ്റ്റേജിലത്തെ എവിടെ പോകുമ്പോഴും പാച്ചുട്ടിൻ്റെ കൂടെ എപ്പോഴും ഒരു മാലാഖേനെ ചേർത്ത് നിർത്താൻ ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. ഞാനും ഡിമ്പിളും ഡിവൈനായാലും ആരായാലും പാച്ചു എവിടെയുണ്ടോ അവിടെ ഒരു കുഞ്ഞു മാലാഖ കൂടെ ഉണ്ടാവും. അങ്ങനെ ഇതൊക്കെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഇതൊക്കെ 1 വയസ്സാവണതിൻ്റെ മുൻപാണ്. അതായത് മാമോദീസയും 1 വയസ്സിൻ്റെയും ഇടയിലുള്ള സംഭവമാണ്. അപ്പോൾ എപ്പോഴും പറയും, എന്താ പറയുക, സാധാരണ ബേബീസ് എങ്ങനെയായിരുന്നു അങ്ങനെയായിരിക്കണം എൻ്റെ മോനും വലുതാവണത്. കാരണം അവന് നാളെ മേലാക്കം ഞാൻ ഇങ്ങനെയായിരുന്നു എന്നൊരാളും പറയരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ അവൾ പറയും
കുറച്ച് പഴയ ഫോട്ടോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. കാരണം നാളെ മേലാക്കവൻ വലുതാവുമ്പോൾ ഇതായിരുന്നു ഞാനെന്ന് അവനും അറിയണം. കാരണം എല്ലാം അറിഞ്ഞ് വളരണം. മറ്റുള്ളവർ പറയുമ്പോൾ ഞാനോ അങ്ങനെയോ എന്ന് പറയാണ്ട് ഇത് ഞാനായിരുന്നു എന്ന് പറയണം. പിന്നെ നമുക്കെപ്പോഴും നല്ല ഒരു എന്താ പറയുക യാത്രയാണ് മുന്നോട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിഷമം തോന്നില്ല. സംഭവം ഒരാൾ നഷ്ടപ്പെട്ടപ്പോൾ ആ സമയത്ത് കാണുകയും കൂടി ചെയ്യാൻ പറ്റാണ്ട് ഉള്ള സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തിരിച്ച് അവൾ തന്നെ ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, നമുക്ക് എന്താ പറയുക, എണ്ണത്തിലല്ല കാര്യം എന്ന് പറയും. പണ്ടത്തെ കാരണന്മാർ പറയും എണ്ണത്തിലല്ല കാര്യം എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ 2 പേരുണ്ടായി എന്നുള്ളതല്ല, ഉള്ള ഒരെണ്ണം ഒരാളെ ഏറ്റവും നല്ല രീതിയിൽ ദൈവം തന്നു എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇത് പാച്ചുട്ടൻ്റെ 1 വയസ്സാണ്. അപ്പോൾ സാധാരണ കുട്ടികളെക്കാളും ആ സമയത്ത് അവൻ കുറച്ച് പിന്നാക്കായിരുന്നു. കാരണം അവൻ സെപ്റ്റംബർ മാസം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഡ്യൂ ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ അവൻ്റെ വളർച്ച നോക്കാവൂ എന്ന് പറഞ്ഞു. പക്ഷെ അവൻ വിചാരിച്ചേക്കാളൊക്കെ സ്പീഡായിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. ശരിക്കും ആ സെപ്റ്റംബർ ആയപ്പോഴേക്ക് അവൻ നിന്നു നടന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ ഹോസ്പിറ്റൽ വാസം ഉണ്ടായിരുന്നു. ഇതൊക്കെ ആസ്റ്ററാണ് കേട്ടോ. അങ്ങനെ ശരിക്കും 2 വയസ്സിൻ്റെ ബർത്ത്ഡേയോട് കൂടിയിട്ടാണ് ശരിക്കും ഞങ്ങൾക്ക് ഇനി പാച്ചു ഞങ്ങളുടെ സ്വന്തമാണ് എന്നുള്ളത് ഞങ്ങൾ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടത്. അതുവരെ പാച്ചു ഉണ്ട്, പക്ഷേ എന്താണോ എങ്ങനെയാണോ എന്നറിയില്ലാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മുടെ പാച്ചൂട്ടൻ്റെ ഇത് ക്രിസ്മസിൻ്റെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാവരും പറയും, ഈ കൊച്ചിനെ നിങ്ങളെന്താണ് ഇങ്ങനെ പുറത്തെപ്പോഴും കൊണ്ടുപോകണേ, കുട്ടിക്ക് അസുഖം വരില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. അന്നും ഡിംപിളുടെ ഒരു ഡോക്ടർ പറഞ്ഞത് അവനെ എവിടേക്കും കൊണ്ടുപോകാൻ സാധാരണ കുട്ടികളുടെ പോലെ അവനെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് വളരട്ടെ എന്നെങ്കിലേ കാര്യമുള്ളൂ എന്ന് പറയും. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഓരോരുത്തരുടെയും ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ ഒക്കെ ഇതുപോലെ കുട്ടികളുണ്ടാവാം. കാരണം ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന സംഭവമാണ്. ഡിംപിളുടെയൊക്കെ ഞാൻ പറയും 1000 ലക്ഷത്തിലും അല്ല കോടിയിലും ഒന്നൊക്കെയാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് പറയും. അപ്പോൾ നമ്മളുടെ വീട്ടിൽ അഥവാ ഒരു മാസം തികയാണ്ട് ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ കുറേ പേരുണ്ട് മുറിയിലിട്ട് അടച്ചു വളർത്തുക എന്നുള്ളത്. ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുത്. അവരും എല്ലാ സാഹചര്യത്തിലും വളരാനുള്ള നമ്മൾ പറയില്ലേ വെള്ളവും വളവും ഒഴിച്ച് കൊടുക്കുകയെന്ന്, അതുപോലെ വളർത്തിക്കൊണ്ടുവരണം. ഇതാണ് അവൻ്റെ 2 വയസ്സ്. ആ 2 വയസ്സായപ്പോഴാണ് ഞങ്ങൾക്ക് അവൻ ഓക്കെയാണ് എന്നുള്ളത് മനസ്സിലായത്. അത് കഴിഞ്ഞ് അവൻ്റെ എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവനൊരു പെർഫെക്റ്റ് ബേബിയാണെന്ന് പറഞ്ഞു. അതും ഒരു മിറാക്കിൾ ബേബി എന്നാണ് അവനെ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ പറയുക, സത്യം പറഞ്ഞാൽ പണ്ടത്തെ ഫോട്ടോസ് കാണുമ്പോൾ സന്തോഷിക്കണോ സങ്കടം വരണോ എന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല. 2-3 ദിവസമായിട്ട് ഡിംപിളും അതെ ഞാനും അതെ ഡിവൈനും അതെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കാരണം ആ സമയത്ത് ഞങ്ങൾ 3 ആളും കൂടെ ഇങ്ങനെ നിന്നിട്ടാണ് കരയണോ ചിരിക്കണോ, ഡിംപിളിനോട് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം. ഡിംപിൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ അവളെ ആശ്വസിപ്പിക്കാൻ നോക്കണതിന് പകരം അവളെ സന്തോഷിപ്പിക്കാൻ നോക്കുമായിരുന്നു. എൻ്റെ വശത്തു നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അവളെ ദേഷ്യപ്പെട്ട്, അതായത് സങ്കടത്തിൽ നിന്ന് നമ്മൾ ദേഷ്യം വരുമ്പോൾ മൈൻഡൊന്നും മാറുമല്ലോ ദേഷ്യപ്പെടുമ്പോൾ, അങ്ങനെ ഞാൻ അവളെ നോക്കിയത്. ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂട്ടുപിടിച്ച് അവളുടെ താളത്തിനൊപ്പം നിന്നു. പിന്നെ ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ലതയാണ്. ലത എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് ദേഷ്യപ്പെടാനേ ഡിംപിളിനോട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. കാരണം ഞാനും കൂടി സങ്കടപ്പെട്ട് കൂടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ വിഷമാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലതയോട് എണ്ണി പറക്കും. അപ്പോൾ ലത എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സും ഡിംപിളിൻ്റെ മനസ്സും അറിഞ്ഞും കൊണ്ട് അതിൻ്റെ ഇടയിൽ നിന്നിട്ട് അങ്ങനെയല്ല പൊന്നു ഇങ്ങനെയല്ല പൊന്നു എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ലത മാത്രമാണ് ഡിംപിളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഞാനും ഡിവൈനും പുറമേ നിന്ന് നിൽക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലത്തെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇങ്ങനെ എന്താ പറയുക ആശ്വസിപ്പിച്ച് തലോടി ഒരു അമ്മയുടെ സ്ഥാനം, ഒരു ഫ്രണ്ടിൻ്റെ സ്ഥാനം എല്ലാം കൂടി എന്താ പറയുക എടുത്ത് പാച്ചു ശരിക്ക് ലതമാമയെന്നാണ് വിളിക്കുക. എല്ലാ ദിവസവും ഇന്നും എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റാണ് അധികം പറയുക. ഒരു ഫോട്ടോ എങ്കിലും അയക്കാണ്ടിരിക്കില്ല. അപ്പോൾ ലതയുടെ കയ്യിലാണ് ശരിക്കും പറഞ്ഞാൽ പ്രസവിക്കണേൻ്റെ അന്ന് തൊട്ടുള്ള ഫോട്ടോസ് ഇന്ന് വരെയുള്ളത്. എൻ്റെ കയ്യിലത്തെ ഫോണിൽ നിന്നൊക്കെ പോയി. ഡിംപിളുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു മറ്റേ ലാപ്ടോപ്പിലുണ്ടാവും. പക്ഷേ ലതയുടെ കയ്യിൽ ഇന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രാം തീയതിയിലത്തെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആ സംഭവം എനിക്ക് സെൻഡ് ചെയ്ത് തരും. അത്രയും ഇതിലാണ്. അപ്പോൾ അവരെയൊക്കെ ഈ സമയത്ത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. കാരണം ഓർക്കാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഉള്ളത് മറിയാമ്മയാണ്. മറിയാമ്മയും ഈ പറഞ്ഞ പോലെ തുടക്കം തൊട്ട് ഡിംപിളുടെ കൂടെ നിന്ന് പാച്ചുവിനെ NICU കൊണ്ടിരുന്നത് വരെ അവൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പാച്ചുവിൻ്റെ എന്താ പറയുക ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള യാത്രയിൽ
അവൻ്റെ നിഴലായിട്ട് നിന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഡിംപിളിനേക്കാൾ കൂടുതൽ നിന്നിട്ടുള്ളത് ഇവിടുത്തെ ഡാഡിയാണ് കേട്ടോ. ഡാഡി ഇന്നും എന്താ പറയുക, പാച്ചുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയും. ഞങ്ങളൊക്കെ കളിയാക്കും ഡാഡിയും പാച്ചു, അതുകൊണ്ട് രണ്ടുപേരും ഒരു ചായ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഇന്നും കെസ്റ്ററിൻ്റെ അവിടേക്ക് എന്നും പോവലും പൂവയ്ക്കലും ഒക്കെ ഡാഡിയുടെ ഒരു ഡ്യൂട്ടി പോലെയാണ് ഡാഡി അത് ചെയ്യുക. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഞങ്ങളുടെ ഈ ഫാമിലിയിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പാച്ചുട്ടന് 4 വയസ്സായി, മിടുക്കനായി. അവൻ ഫ്രീക്കനാണ്, അവൻ്റെ അപ്പയുടെ പോലെയാണ്, ഫ്രീക്കൻ സ്റ്റൈലാണ് അവന് കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ ഡിംപിൾ പതിവ് പോലെ 4 വയസ്സിന് ഈദാണ് അവൻ്റെ തീമായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് ആൻറ്റിമാർ അവന് ആ തീമിലുള്ള കേക്കും സംഭവങ്ങളൊക്കെ അയച്ചതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പാച്ചുവിനെ ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും കെസ് ബേബിക്ക് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവന് വേണ്ടി ചെയ്തത് നമ്മൾ ഈ ഫ്ലെക്സ് ഇപ്പോൾ പുതിയത് അടിച്ചത് കൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇത് രണ്ടും ഡിംപിൾ വാങ്ങി വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇത് ഇന്നെടുത്ത ഫോട്ടോ ആണ് കേട്ടോ. നമ്മൾ ഒരെണ്ണേ വെച്ചുള്ളൂ, കാരണം ഇനി ഇതിൻ്റെ മുകളിൽ ഒരെണ്ണം കൂടി വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തിയിടാവും. അപ്പോൾ അതുകൊണ്ട് അതൊരെണ്ണം നമ്മൾ നാളെ വെക്കാം എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചു. പിന്നെ അവന് വേണ്ടി ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തതാണിത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ഒപ്പീസിൻ്റെ ഒരു ഇത് അവൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഞാൻ അവന് വേണ്ടി ചെയ്തതാണ്, ഞാനും ഡാഡിയും കൂടിയിട്ട്. അപ്പോൾ അവനും നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, അപ്പോൾ അത് ചെയ്തു. അപ്പോൾ ആ കൂട്ടത്തിൽ കാരണന്മാരും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അവൻ്റെ മുത്തപ്പാപ്പനും മുത്തമ്മാമ്മയും വല്യമ്മയും ഒക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോൾ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴും ഡിംപിൾ എപ്പോഴും ഒരു മാലാഖ കുട്ടിയെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പോൾ അതാണിത് കേട്ടോ. അപ്പോൾ ഇത് എനിക്കിഷ്ടമുള്ള ഒരു ഫോട്ടോ ആണ്. പക്ഷേ ഇതിൻ്റെ കൂടെ വേറൊരു ഫോട്ടോ ഉണ്ട്, സങ്കടപ്പെട്ട് നോക്കിയിരിക്കുന്ന ഒരു മാലാഖയുടെ. അത് ഞാൻ കാണുമ്പോൾ പറയും, എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ഇവർ അമ്മയും മോനും എന്താ പറയുക, ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് 4 വയസ്സ് അങ്ങോട്ട് പൂർത്തിയായി. അപ്പം നമ്മുടെ കെസ് ബേബി അവിടെ സ്വർഗത്തിലിരുന്നു കൊണ്ട് 4 വയസ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. നാളെ അവൻ്റെ ഡെത്ത് ആനിവേഴ്സറിയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം എന്നും ഉണ്ടാവണം പാച്ചുവിൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങളെപ്പോഴും ഞാൻ പറയും, നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു മാലാഖിയുണ്ട്, അവനോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നും ഞാനെപ്പോഴും പറയും, അവൻ്റെ കൂടെ പാച്ചുവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഒരു കാവൽ മാലാഖയുണ്ട്. നമ്മുടെ 3 മക്കളുടെ കൂടെയും അവരെ കാക്കാൻ വേണ്ടിയിട്ട് ഒരു കാവൽ മാലാഖ കൂടെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ വേർഡ്സ് നിങ്ങൾ നോക്കിയാലറിയാം. നോട്ട് ഓൾ ട്വിൻസ് വാക്ക് സൈഡ് ബൈ സൈഡ്, സംടൈംസ് വൺ ഹാസ് വിങ്സ് ടു ഫ്ലൈ. എപ്പോഴും ഇരട്ടക്കുട്ടികൾ ഒപ്പം നടക്കണമെന്നില്ല, ഒരാൾക്ക് ചിലപ്പോൾ ചിറകുണ്ടാവുന്നു. ആ ചിറക് വെച്ച് പോയ ഒരു മാലാഖ കുട്ടിയാണ് ഞങ്ങളുടെ കെസ് ബേബി. മറ്റേ പാച്ചുവിൻ്റെ കൂടെ അല്ലെങ്കിൽ തോമൂനെ, ചാക്കോനെ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെല്ലാവരെയും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എല്ലാവരും സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തമായിട്ടുള്ളൊരു കുഞ്ഞ് മാലാഖ.